ഞാനും വിനീതും ധ്യാനും ചെന്നൈയിലെ ബെസന്റ് നഗർ ബീച്ചിലിരുന്നിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടല്ലോ സ്പോർട്സ് ഡ്രാമ, അത് നിന്നുപോയി. അപ്പം ഞങ്ങൾ 3 പേരും ഇരുന്നിട്ട് ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് വിനീത് പറയുന്നത്, രക്ഷടാ എനിക്കൊരു ആക്ഷൻ ത്രില്ലർ സാധനം ചെയ്യണമെന്നുണ്ട്, അടുത്തത് അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചില തോട്ടുകളുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറയാം. അപ്പം ധ്യാനും ചില ഇൻപുട്ടുകൾ തന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിനീതിനൊന്ന് കാണുകയാണ്. വിനീതിനോട് പറഞ്ഞു, വിനീത് ഇങ്ങനത്തെ ഒരു തോട്ടുണ്ട്, ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പറഞ്ഞു. അപ്പം നമ്മളത് ബേസ് ചെയ്ത് ബേസിക്കലി സൊമാലിയ എന്ന് പറഞ്ഞ ഒരു കംബോഡിയൻ ആക്ടിവിസ്റ്റിനെയും പിന്നെ സുനിത കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് ഒരു മലയാളിയായിട്ടുള്ള അതെ, ഇവർ ബേസിക്കലി ഒരുപാട് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരിലൂടെയാണ് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ വിനീത് ഭയങ്കര വർക്കായി. വിനീത് പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 വ്യക്തികളോടുള്ള ബേസിക്കലി ചിലപ്പോൾ ഒരു ആരാധനയായിരിക്കാം. പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കൊയ്രാള എന്ന് പറഞ്ഞിട്ട് നേപ്പാൾ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ നേപ്പാൾ ബോർഡറിലൊരു സ്ത്രീ. അവർ ഒരു 11,000 മിനിമം ഒരു 11,000 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയധികം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കുക, അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കുക, അവരെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ചിലപ്പോൾ ആ ഇൻസ്പിറേഷൻ ആയിരിക്കാം വിനീതനും എന്നെയൊക്കെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അതിലേക്ക് ഇറങ്ങി അത് ഞങ്ങളെ ആക്ച്വലി തിര 1, തിര 2, തിര 3 എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടോ? സ്ക്രിപ്റ്റ് ഇല്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു. 2-ന്റെയും 3-ന്റെയും കണ്ടന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ സ്റ്റോറി എങ്ങനെ പിന്നെ ഫോളോ ചെയ്യണം എന്നുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിൽ ചിലപ്പം അത് നടക്കും. തിര 2 ഞങ്ങൾ ആക്ച്വലി ഞാൻ പറയാം, തിര 2 ഞാനും ധ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിനീത് പുറകിലുണ്ടാവും. ഡയറക്ഷൻ ധ്യാൻ ചേട്ടൻ, പിന്നെ സംവിധാനം ധ്യാനായിരിക്കും. ഞാൻ എഴുത്തുണ്ടാവും. വിനീത് അതിൻ്റെ എല്ലാ കാപ്പബിലിറ്റീസിലും വിനീത് അതിൻ്റെ എല്ലാ രീതിയിലും പുറകിലുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഇയർ